ഹലോ, എല്ലാവർക്കും സ്റ്റഡി വെൽ വിത്ത് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഒപ്പീനിയൻ ഡിഡ് ഹോക്കിങ്സ് പിയേഴ്സ് അറ്റ് ഓക്സ്ഫോർഡ് ഹാവ് അബൌട്ട് ഹിം? ഓക്സ്ഫോർഡിലെ ഹോക്കിങ്ങിൻ്റെ സമപ്രായക്കാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്ത് അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്? ആൻസർ: ഹോക്കിംഗ് became popular and was well accepted among his peers. They remember him as lively, buoyant, and adaptable. He wore his hair long. He was famous for his wit. He liked classical music and science fiction. He took part in sports. ഹോക്കിംഗ് ജനപ്രീതി നേടുകയും സമപ്രായക്കാർക്കിടയിൽ നല്ല സ്വീകാര്യത നേടുകയും ചെയ്തു. ജീവനുള്ളവനും ചലിക്കുന്നവനും പൊരുത്തപ്പെടാൻ കഴിയുന്നവനുമായി അവൻ അങ്ങനെ ഓർക്കുന്നു. അവൻ മുടി നീട്ടിയിരുന്നു. അവൻ തൻ്റെ ബുദ്ധിക്ക് പ്രശസ്തനായിരുന്നു. ശാസ്ത്രീയ സംഗീതവും സയൻസ് ഫിക്ഷനും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അവൻ സ്പോർട്സിൽ പങ്കെടുത്തു. 7th question. Cite an example to prove that Stephen Hawking was sharp-witted. Did his wit help him in any way? സ്റ്റീഫൻ ഹോക്കിംഗ് ബുദ്ധിശാലിയായിരുന്നുവെന്ന് തെളിയിക്കാൻ ഒരു ഉദാഹരണം ഉദ്ധരിക്കുക. അവൻ്റെ ബുദ്ധി അവനെ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചോ? ആൻസർ: Stephen Hawking had applied to do a PhD at Cambridge while he was a student at Oxford. He was accepted on condition that he got a first from Oxford. Hawking thought he could get through successfully, but as the examination came, his confidence failed. Hawking got only borderline marks between a first and a second. As he had only a borderline result, his examiners called him for an interview and asked him about his plans. He told the examiners boldly, "If I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. So I expect that you will give me a first." He got his first and he went to Cambridge. His wit helped him here to get what he wanted. സ്റ്റീഫൻ ഹോക്കിംഗ് PhD ചെയ്യാൻ അപേക്ഷിച്ചിരുന്നു. ഓക്സ്ഫോർഡിലെ വിദ്യാർത്ഥിയായിരിക്കെ കാംബ്രിഡ്ജിൽ. ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് ലഭിക്കണമെന്ന വ്യവസ്ഥയിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഹോക്കിംഗ് വിചാരിച്ചത് തനിക്ക് വിജയകരമായി കടന്നുപോകാൻ കഴിയുമെന്നാണ്. എന്നാൽ പരീക്ഷ വന്നപ്പോൾ തൻ്റെ ആത്മവിശ്വാസം പരാജയപ്പെട്ടു. ഹോക്കിങ്ങിന് ആദ്യത്തേതിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും ഇടയിൽ ബോർഡർലൈൻ മാർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. ബോർഡർലൈൻ റിസൾട്ട് മാത്രമുള്ളതിനാൽ അവൻ്റെ എക്സാമിനർമാർ അവനെ ഒരു അഭിമുഖത്തിന് വിളിക്കുകയും തൻ്റെ പദ്ധതികളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അയാൾ പരിശോധകരോട് ധൈര്യത്തോടെ പറഞ്ഞു, "എനിക്ക് ആദ്യത്തേത് ലഭിച്ചാൽ ഞാൻ കാംബ്രിഡ്ജിലേക്ക് പോകും. എനിക്ക് രണ്ടാമത്തേത് ലഭിച്ചാൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ തുടരും. അതിനാൽ നിങ്ങൾ എനിക്ക് ആദ്യത്തേത് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു." അവൻ തൻ്റെ ആദ്യം നേടി. അവൻ കാംബ്രിഡ്ജിലേക്ക് പോയി. അവൻ ആഗ്രഹിച്ചത് നേടാൻ അവൻ്റെ ബുദ്ധി അവനെ സഹായിച്ചു. 8th question. Stephen's first year at Cambridge was worse than that at Oxford. Why? കാംബ്രിഡ്ജിലെ സ്റ്റീഫൻ്റെ ആദ്യ വർഷം ഓക്സ്ഫോർഡിനേക്കാൾ മോശമായിരുന്നു. എന്തുകൊണ്ട്? ആൻസർ: ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്. ഹിസ് പുവർ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ട്രബിൾഡ് ഹിം. He found general relativity extremely tough. There was even a bigger problem. During his third year, he had started getting a bit careless. He had fallen once or twice for no apparent reason. Soon, he had trouble tying his shoes and something he had difficulty in talking. കാംബ്രിഡ്ജിലെ ആദ്യ വർഷം ഓക്സ്ഫോർഡിനേക്കാൾ മോശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോശം ഗണിതശാസ്ത്ര പശ്ചാത്തലം അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. സാമാന്യ ആപേക്ഷികത വളരെ കഠിനമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അതിലും വലിയ പ്രശ്നമുണ്ടായിരുന്നു. 3-ാം വയസ്സിൽ അവൻ അല്പം അശ്രദ്ധമായി തുടങ്ങിയിരുന്നു. ഒരു കാരണവുമില്ലാതെ 1-2 തവണ വീണു. താമസിയാതെ ഷൂസ് കെട്ടാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് നേരിടുകയും ചിലപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്തു.
Ninth question. How did tragedy strike Hawking after his 21st birthday? 21-ാം ജന്മദിനത്തിന് ശേഷം ഹോക്കിങ്ങിനെ എങ്ങനെ ദുരന്തം ബാധിച്ചു? ആൻസർ. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st birthday in 1963, tragedy struck him. He contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. It caused a gradual disintegration of the nerve cells in the spinal cord and the brain. He went into a deep depression. He did not know what to do and what his future would be. അദ്ദേഹത്തിൻ്റെ 21-ാം ജന്മദിനത്തിന് തൊട്ട് പിന്നാലെ 1963 ഒരു ദുരന്തം അദ്ദേഹത്തെ ബാധിച്ചു. അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന അപൂർവ രോഗമാണ് അദ്ദേഹത്തിന് പിടിപെട്ടത്. അതിന് അറിയപ്പെടുന്ന ചികിത്സ ഇല്ലായിരുന്നു. ഇത് സുഷുമ്നാ നാഡിയിലെയും തലച്ചോറിലെയും നാഡീകോശങ്ങളുടെ ക്രമാനുഗതമായ ശിഥിലീകരണത്തിന് കാരണമായി. അവൻ കടുത്ത വിഷാദത്തിലേക്ക് പോയി. എന്തു ചെയ്യണമെന്നും തൻ്റെ ഭാവി എന്തായിരിക്കണമെന്നും അവനറിയില്ല. 10th question. What drastic change came over Hawking after the diagnosis of the disease? രോഗം കണ്ടെത്തിയതിന് ശേഷം ഹോക്കിങ്ങിൽ എന്ത് മാറ്റമാണ് വന്നത്? A drastic change came over Hawking after the diagnosis of the disease. He had many dreams. He said that his dreams were at that time very confused. Before his condition was diagnosed, he was bored with life. But after he came out of hospital, he dreamt that he was going to be executed. He realized then that there were a lot of important things to do if he was given a reprieve time to live for some more time. Hawking was getting some more time to live and life was precious. രോഗനിർണയത്തിന് ശേഷം ഹോക്കിങ്ങിൽ മാറ്റം വന്നു. അവൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അക്കാലത്ത് തൻ്റെ സ്വപ്നങ്ങൾ വളരെ ആശയക്കുഴപ്പത്തിലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. രോഗനിർണയം നടത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ജീവിതം വിരസമായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം താൻ വധിക്കപ്പെടുമെന്ന് സ്വപ്നം കണ്ടു. കുറച്ചു കാലം കൂടി ജീവിക്കാൻ ഒരു സാവകാശം നൽകിയാൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. ഹോക്കിങ്ങിന് ജീവിക്കാൻ കുറച്ചുകൂടി സമയം കിട്ടി. ജീവൻ വിലപ്പെട്ടതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ജെയിൻസ് ഇംപ്രഷൻ ഓഫ് ഹോക്കിംഗ്? ഹോക്കിങ്ങിനെ കുറിച്ച് ജെയിനിൻ്റെ മതിപ്പ് എന്തായിരുന്നു? ആൻസർ. ജസ്റ്റ് ബിഫോർ ഹോക്കിംഗ് എൻറ്റേർഡ് ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റ്, he met Jane Wilde at a New Year's party at St. Albans. She thought Hawking was very intelligent, eccentric and rather arrogant, but he was interesting and she liked his wit. She fell in love with him. ഹോക്കിംഗ് പരിശോധനകൾക്കായി ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് സെൻറ്റ് ആൽബൻസിൽ നടന്ന ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ ജെയിൻ വൈൽഡിനെ കണ്ടുമുട്ടി. ഹോക്കിംഗ് വളരെ ബുദ്ധിമാനും വിചിത്രനും അഹങ്കാരിയുമാണെന്ന് അവൾ കരുതി. എന്നാൽ അവൻ രസകരമായിരുന്നു. അവൾക്ക് അവൻ്റെ ബുദ്ധി ഇഷ്ടപ്പെട്ടു. അവൾ അവനുമായി പ്രണയത്തിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ ദ ക്യാരക്ടർ ഓഫ് ജെയിൻ. ജെയിൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ആൻസർ. ജെയിൻ വാസ് എ ഷൈ ടീനേജർ വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദിസ് ഫെയ്ത്ത് വാസ് ഇൻഗ്രെയിൻഡ് ഇൻ ഹെർ ബൈ her mother. She believed that good can come out of any adversity. When she met Hawking after his discharge from the hospital, he was in a sad state. She felt that he had lost his will to live and he was very confused. She was not put off by his physical or mental condition. Hawking liked her optimism and their friendship grew. They thought that together they could make something good. ദൈവത്തിൽ ശക്തമായ വിശ്വാസമുള്ള ലജ്ജാശീലയായ ഒരു കൗമാരക്കാരിയായിരുന്നു ജെയിൻ. വിധി അവളിൽ ആഴ്ന്നിറങ്ങിയത് അവളുടെ അമ്മയിലൂടെയായിരുന്നു. ഏത് പ്രതികൂലാവസ്ഥയിൽ നിന്നും നല്ലത് വരുമെന്ന് അവൾ വിശ്വസിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം അവൾ ഹോക്കിങ്ങിനെ കാണുമ്പോൾ അദ്ദേഹം ഒരു സങ്കടകരമായ അവസ്ഥയിലായിരുന്നു. അയാൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടതായി അവൾക്ക് തോന്നി. അവൻ വളരെ ആശയക്കുഴപ്പത്തിലായി. അവൻ്റെ ശാരീരികമോ മാനസികമോ ആയ അവസ്ഥയിൽ അവൾ തളർന്നില്ല. അവളുടെ ശുഭാപ്തി വിശ്വാസം
ഹോക്കിംഗ് ഇഷ്ടപ്പെടുകയും അവരുടെ സൗഹൃദം വളരുകയും ചെയ്തു. ഒരുമിച്ച് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ കഴിയുമെന്ന് അവർ കരുതി. For Stephen, it made a big difference. He applied for a research fellowship at Caius, one of the colleges of Cambridge University. In 1965, when he was 23, he received his fellowship at Caius. In July 1965, he married Jane. They had 3 children. In fact, it was Jane who gave the moral support to Hawking to overcome his adversities and do something great for mankind. സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ മാറ്റമുണ്ടാക്കി. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിലൊന്നായ കെഎസിൽ റിസർച്ച് ഫെലോഷിപ്പിന് അപേക്ഷിച്ചു. 1965 അദ്ദേഹത്തിന് 23 വയസ്സുള്ളപ്പോൾ കെഎസിൽ ഫെലോഷിപ്പ് ലഭിച്ചു. 1965 ജൂലൈയിൽ അദ്ദേഹം ജെയിനിനെ വിവാഹവും കഴിച്ചു. അവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. വാസ്തവത്തിൽ തൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനും മനുഷ്യരാശിക്ക് വേണ്ടി മഹത്തായ എന്തെങ്കിലും ചെയ്യാനും ഹോക്കിങ്ങിന് ധാർമ്മിക പിന്തുണ നൽകിയത് ജെയിനായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിതിൽ ആഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് വായിക്കാം. ഈസ് സ്റ്റീഫൻ ഹോക്കിംഗ് റിയലി എ ഗ്രേറ്റ് മൈൻഡ് ഓർ par with the likes of Einstein and Newton? Justify your answer. സ്റ്റീഫൻ ഹോക്കിംഗ് ശരിക്കും ഐൻസ്റ്റീനെയും ന്യൂട്ടനെയും പോലെയുള്ള ഒരു മികച്ച മനസ്സാണോ? നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കുക. ആൻസർ: It is not yet time to make a verdict on the work of Stephen Hawking. Newton and Einstein are giants who rule the world science. It is true that Hawking has said some significant things about the universe. He has asked significant questions, but he has not proved adequate answers. Anybody can ask questions. Asking questions does not make a person genius. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു വിധി പറയാൻ ഇനിയും സമയമായിട്ടില്ല. ന്യൂട്ടണും ഐൻസ്റ്റീനും ലോകശാസ്ത്രത്തെ ഭരിക്കുന്ന അധികായന്മാരാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പല സുപ്രധാന കാര്യങ്ങൾ ഹോക്കിംഗ് പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്. അദ്ദേഹം കാര്യമായ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിലും മതിയായ ഉത്തരങ്ങൾ നൽകിയിട്ടില്ല. ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു വ്യക്തിയെ പ്രതിഭയാക്കില്ല. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ആൻസർ തന്നെയാണ് വായിക്കുന്നത്. ഹോക്കിംഗ് യൂസ്ഡ് ടു ആസ്ക് ഡയറിങ്, അൺഎക്സ്പെക്റ്റഡ് ആൻഡ് penetrating questions during the sections involving some of the most famous and distinguished scientists in the world. That is how he learned his name as a genius and as another Einstein. I don't think his mind is on par with the likes of Newton and Einstein. Time may prove me wrong, but for the moment I stick to my answer. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരും വിശിഷ്ടരുമായ ചില ശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്ന സെക്ഷനുകളിൽ ധീരവും അപ്രതീക്ഷിതവും നുഴഞ്ഞുകയറുന്നതുമായ ചോദ്യങ്ങൾ ഹോക്കിംഗ് ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരു പ്രതിഭ എന്നും മറ്റൊരു ഐൻസ്റ്റീൻ എന്നും പേര് നേടിയത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ന്യൂട്ടൻ്റെയും ഐൻസ്റ്റീൻ്റെയും പോലുള്ളവരോട് തുല്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാലം ഞാൻ തെറ്റാണെന്ന് തെളിയിച്ചേക്കാം. എന്നാൽ തൽക്കാലം ഞാൻ എൻ്റെ ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലിസ്റ്റ് ദ ഇൻ്റർജെക്ട്സ് ഡെൽറ്റ് വിത്ത് ദ ഹോക്കിങ്സ് ബുക്ക്. ഹോക്കിങ്സിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന രസകരമായ വസ്തുതകൾ പട്ടികപ്പെടുത്തുക. ആൻസർ: Where did the universe come from? Is it infinite? Does it have any boundaries? Will it come to an end? If you how? Is there a complete theory of the universe and everything in it? Is there a beginning of time? Could time run back? The book begins by recounting the great theories of the cosmos from Newton to Einstein. His purpose in writing the book was to make science understandable to non-scientists. പ്രപഞ്ചം എവിടെ നിന്ന് വന്നു? അത് അനന്തമാണോ? അതിന് അതിരുകളുണ്ടോ? അത് അവസാനിക്കുമോ? എങ്കിൽ എങ്ങനെ? പ്രപഞ്ചത്തെക്കുറിച്ചും അതിലുള്ള എല്ലാത്തിനെക്കുറിച്ചും പൂർണ്ണമായ ഒരു സിദ്ധാന്തമുണ്ടോ? സമയത്തിൻ്റെ തുടക്കമുണ്ടോ? സമയം പിന്നോട്ടോടാൻ കഴിയുമോ? ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെയുള്ള പ്രപഞ്ചത്തിൻ്റെ മഹത്തായ സിദ്ധാന്തങ്ങൾ വിവരിച്ചുകൊണ്ടാണ് പുസ്തകം ആരംഭിക്കുന്നത്.
ശാസ്ത്രജ്ഞരല്ലാത്തവർക്ക് ശാസ്ത്രം മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു പുസ്തകം എഴുതിയതിൻ്റെ ഉദ്ദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ഹാവ് ബീൻ ദ മിസ്ഗിവിംഗ് ഓഫ് ജെയിൻ? ജെയിനിൻ്റെ സംശയങ്ങൾ എന്തായിരിക്കാം? ആൻസർ, വൈൽ ഓൺ എ ട്രിപ്പ് ടു സ്വിറ്റ്സർലാൻഡ്, ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് pneumonia and was left on a life support system. The doctors treating him suggested a tracheotomy operation which would remove his windpipe. It might save his life, but he would never again be able to speak or make a vocal sound. Jane thought her husband might die with this operation. That is why she said, "The future looks very bleak. Hawking would no longer breathe through his mouth and nose, but through a permanent hole made in his throat." സ്വിറ്റ്സർലാൻഡിലേക്കുള്ള ഒരു യാത്രയ്ക്കിടെ ഹോക്കിങ്ങിന് ന്യൂമോണിയ പിടിപെട്ടു. ജീവൻ പിന്തുണാ സംവിധാനത്തിൽ അവശേഷിച്ചു. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ശ്വാസനാളം നീക്കം ചെയ്യുന്ന ഒരു ട്രക്യൂട്ടമി ഓപ്പറേഷൻ നിർദ്ദേശിച്ചു. അത് അവൻ്റെ ജീവൻ രക്ഷിച്ചേക്കാം, പക്ഷേ അയാൾക്ക് ഇനി ഒരിക്കലും സംസാരിക്കാനോ ശബ്ദമുണ്ടാക്കുവാനോ കഴിയില്ല. ഈ ഓപ്പറേഷനിലൂടെ തൻ്റെ ഭർത്താവ് മരിക്കുമെന്ന് ജെയിൻ കരുതി. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, ഭാവി വളരെ ഇരുണ്ടതായി തോന്നുന്നു. ഹോക്കിംഗ് ഇനി വായിലൂടെയും മൂക്കിലൂടെയും ശ്വസിക്കുകയില്ല, മറിച്ച് തൊണ്ടയിലെ സ്ഥിരമായ ദ്വാരത്തിലൂടെയാണ് ശ്വസിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ കുഡ് ഹി ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ് ആഫ്റ്റർ ദ ട്രക്യോട്ടമി ഓപ്പറേഷൻ? ട്രക്യോട്ടമി ഓപ്പറേഷന് ശേഷം അയാൾക്ക് എങ്ങനെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ കഴിഞ്ഞു? ആൻസർ, സിൻസ് ഹോക്കിംഗ് കുഡ് നോട്ട് സ്പീക്ക്, വാൾട്ട് വോൾട്ടേഴ്സ്, എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ, സെൻറ്റ് ഹിം എ പ്രോഗ്രാം ഹി ഹാഡ് ഡെവലപ്ഡ്. It was called the equalizer. It would allow Hawking to select words from the screen, and this way he could continue to do his work, although very slowly. ഹോക്കിങ്ങിന് സംസാരിക്കാൻ കഴിയാത്തതിനാൽ കാലിഫോർണിയയിലെ കമ്പ്യൂട്ടർ വിദഗ്ധനായ വാൾട്ട് വോൾട്ടേഴ്സ് അദ്ദേഹം വികസിപ്പിച്ച ഒരു പ്രോഗ്രാം അയച്ചുകൊടുത്തു. ഇതിനെ ഇക്വലൈസർ എന്നാണ് വിളിച്ചിരുന്നത്. സ്ക്രീനിൽ നിന്ന് വാക്കുകൾ തിരഞ്ഞെടുക്കാൻ ഹോക്കിങ്ങിനെ ഇത് സഹായിക്കും. അങ്ങനെ വളരെ സാവധാനത്തിലാണെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ ജോലി തുടരാൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ സം ഓഫ് ദ യുണീക്ക് ഐഡിയാസ് ആൻഡ് പാരഡോക്സസ് പുട്ട് ഫോർവേഡ് ബൈ സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് മുന്നോട്ട് വെച്ച സവിശേഷമായ ചില ആശയങ്ങളും വിരോധാഭാസങ്ങളും പരാമർശിക്കുക. ആൻസർ, സം ഓഫ് ദ യുണീക്ക് ഐഡിയാസ് ആൻഡ് പാരഡോക്സസ് പുട്ട് ഫോർവേഡ് ബൈ സ്റ്റീഫൻ ഹോക്കിംഗ് ആർ. സ്റ്റീഫൻ ഹോക്കിംഗ് മുന്നോട്ട് വെച്ച സവിശേഷമായ ചില ആശയങ്ങളും വിരോധാഭാസങ്ങളും ഇവയാണ്. എ, ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ, തിങ്സ് ആർ ഓഫൺ നോട്ട് വാട്ട് ദേ സീം. ബി, പീസസ് ദാറ്റ് ഔട്ട് ടു ഫിറ്റ് ടുഗദർ റെഫ്യൂസ് ടു ഡു സോ. സി, യു വിൽ ലേൺ അബൌട്ട് ബിഗിനിങ്സ് മേ ബി എൻഡിങ്സ്. ഡി, ക്രൂവൽ സർക്കംസ്റ്റൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ് ഓൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്. E, two great scientific theories taken together seem to give us nonsense. F, empty space is not empty. G, black holes are not black. Last question, what was Hawking's attitude to his disability? How do you estimate it in a wider social context? തൻ്റെ വൈകല്യത്തോടുള്ള ഹോക്കിങ്ങിൻ്റെ മനോഭാവം എന്തായിരുന്നു? വിശാലമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിങ്ങൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? ആൻസർ, ഹി ചൂസ് ടു ഇഗ്നോർ ഹിസ് ഡിഫിക്കൽട്ടി. ഹി എക്സ്പെക്റ്റഡ് അതേഴ്സ് ടു അഡോപ്റ്റ് ദ സം ആറ്റിറ്റ്യൂഡ്. ഇൻ ദ മോഡേൺ ഡേയ്സ് വി കോൾ ഡിസേബിൾഡ് people as differently abled people. A physical disability does not have to make you desperate and a victim of sympathy. People with physical disabilities have achieved marvels. Franklin D. Roosevelt, one of the most famous American presidents, spent most of his working hours in a wheelchair and walked with leg braces and a cane supported by others. തൻ്റെ ബുദ്ധിമുട്ടുകൾ അവഗണിക്കാൻ അവൻ തീരുമാനിച്ചു. മറ്റുള്ളവരും ഇതേ മനോഭാവം സ്വീകരിക്കണമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ആധുനിക കാലത്ത് വികലാംഗരെ നമ്മൾ വിളിക്കുന്നത് ഭിന്നശേഷിയുള്ള ആളുകൾ എന്നാണ്. ഒരു ശാരീരിക വൈകല്യം നിങ്ങളെ നിരാശനും സഹതാപത്തിൻ്റെ ഇരയും ആക്കേണ്ടതില്ല.
ശാരീരിക വൈകല്യമുള്ളവർ അത്ഭുതങ്ങൾ നേടിയിട്ടുണ്ട്. എന്നാൽ പ്രശസ്തനായ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഒരാളായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് തൻ്റെ ജോലി സമയത്തിൻ്റെ ഭൂരിഭാഗവും വീൽചെയറിൽ ചിലവഴിക്കുകയും മറ്റുള്ളവരുടെ പിന്തുണയോടെ ലെഗ് ബ്രേസിലുകളും ചൂരലുമായി നടക്കുകയും ചെയ്തു.